Today we will discuss about the closure of relations in discrete mathematics. So the closure of a relation with respect to property P is the relation obtained by adding the minimum number of ordered pairs to R to obtain property P. In terms of the digraph representation of R, to find the reflexive closure, we have to add loops, and to find the symmetric closure we have to add arcs in the opposite direction, and to find the transitive closure, if there is a path from A to B and there is a path from B to C, then we have to add an arc from A to C. So we are already familiar with the different properties of a relation. അല്ലേ, അതായത് നമ്മൾ മൂന്ന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി: റിഫ്ലെക്സീവ്, സിമെട്രിക് പ്രോപ്പർട്ടി, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഒരു റിലേഷൻ നമുക്കിപ്പോൾ ക്ലോഷർ ഓഫ് റിലേഷൻസ് പറയുന്ന സമയത്ത് അതിൽ ഈ പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. ഇതിൽ ഇപ്പോൾ റിഫ്ലെക്സീവ് ക്ലോഷർ ആണ് എങ്കിൽ നമുക്കതിൻ്റെ കൂടെ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇപ്പോൾ റിഫ്ലെക്സീവ് ക്ലോഷർ ആണ് എങ്കിൽ ആ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയർസ് അതിലില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഓർഡേർഡ് പെയർസ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലേ? കാരണം സപ്പോസ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് സപ്പോസ് A ഈസ് ഈക്വൽ ടു 1 2, and we have relations 1 1 and 1 2. So here, if this relation is said to be transitive, then it should if this relation is said to be reflexive, or the reflexive closure, we have to add one more coordinate, that is 2 2. And we all know in a diagram representation, here 1 and 2 is here, and 1 1 1 2 and 1 2. This is a diagram for the relation. And if this is a reflexive closure, we have to add one more loop, റൈറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ലൂപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ റിഫ്ലെക്സീവ് ക്ലോഷർ എന്ന് പറയുമ്പോൾ അവിടെ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കോർഡിനേറ്റ് പെയർസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 1 2 എന്നുള്ളൊരു സെറ്റ് ഓഫ് എലമെൻറ്റ്സിൽ നമ്മുടെ റിലേഷൻ 1 1 1 2 ആണ്. അവിടെ അതിൽ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ക്ലോഷർ ആണെന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ 1 1 2 2 ആണെന്ത് നമ്മുടെ റിഫ്ലെക്സീവ് പെയർസിൻ്റെ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന വരുന്ന ഓർഡേർഡ് പെയർസ് എന്ന് പറയുന്നത്. അതുപോലെ സിമെട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 1 2 ഉണ്ടെങ്കിൽ എന്തും ഉണ്ടായിരിക്കണം? 2 1 ഉണ്ടായിരിക്കണം, അല്ലേ? അതുപോലെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ A to B ഒരു പാത്ത് ഉണ്ട്. ഇപ്പോൾ 1 2 3 അല്ലെങ്കിൽ A B C, സപ്പോസ് ദീസ് ആർ ദ കോർഡിനേറ്റ്സ്, ദെൻ ഇഫ് ദർ ഈസ് എ റിലേഷൻ ഫ്രം A to B and there is a relation from B to C, then there must be a relation from A to C. അപ്പം ആ ഒരു റിഫ്ലെക്സീവ് ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറയുമ്പോൾ ആ ഒരു ആർക്ക് കൂടി അതിലേക്ക് ആഡ് ചെയ്യപ്പെടണം, അതാണ്. അല്ലേ? ദെൻ there are, as I discussed just before, there are 3 types of closures: reflexive closure, symmetric closure, and transitive closure, and we will discuss each one in detail. First is reflexive closure. The reflexive closure of a relation R on A is obtained by adding A to R, for each A is an element of set A. And let R be a relation on A. The reflexive closure of R, denoted by small r of A, is R union A. Then add loops to all vertices on the diagram representation of R. Then put ones on the diagonal of the connection matrix of R. അതായത് ഇവിടെ ഇപ്പോൾ റിഫ്ലെക്സീവ് ക്ലോഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിഫ്ലെക്സീവ് ക്ലോഷർ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കോർഡിനേറ്റ് പെയർസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ A
എന്ന ഒരു സെറ്റിലെ എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൽ എ എന്ന് പറയുന്നത് ആ ഒരു സെറ്റിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ എ ആണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ദിസ് ഈസ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എൻ എലമെൻറ്റ് എ, then there must be an ordered pair എ. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള ഓർഡേർഡ് പെയേഴ്സ് അതിലുണ്ടായിരിക്കണം. അപ്പോൾ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു റിലേഷണൽ സെറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദെയർ, then suppose if we are representing this using a matrix representation, suppose 1 2 is here and 1 2 is here. So here we have to add ones on the diagonal elements. So this is a diagonal element. Here this is diagonal element 1 and this is diagonal element 1. Okay, that is 2 2 1 1 row column pair. ഓക്കെ, അപ്പോൾ റോ കോളം പെയറിൽ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഡയഗണൽ എലമെൻറ്റ്സ് 1 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് KLM ആൻഡ് ലെറ്റ് R ഈസ് എ റിലേഷൻ on A defined by R is equal to KK, KL, LM, MK, and the reflexive closure of R is equal to KK, KL, LL, LM, MM and MK. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? Because here we have 3 elements K, L and M, right? And if we want to find the reflexive closure of R, then it should contain all the pairs like KK, LL and MM, right? Here A is equal to K, L and M. അല്ലേ, ഇത് മൂന്നുമാണ് നമ്മുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ റിഫ്ലെക്സീവ് ക്ലോഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിൽ ഒരു എലമെൻ്റ് ആണെങ്കിൽ എ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. അതുപോലെ റിഫ്ലെക്സീവ് ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കതിൻ്റെ എലമെൻറ്റ്സ് അവിടെ അതും കൂടെ നമ്മളതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് KK, LL and MM. So here in the given relation, this LL and MM is not present here, so we are just adding that to ordered pairs too. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? KK ഉണ്ട്, KL, LM, MK മാത്രമേ ഉള്ളൂ. അതിൽ ഏതില്ല? LL ഇല്ല, MM ഇല്ല. അപ്പോൾ ഇതാണ് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടിയിൽ വേണ്ടുന്നത്. അപ്പോൾ ആ 2 എലമെൻറ്റ്സും അവിടെ പ്രസൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. Okay, that's all the reflexive closure. And next we will see the symmetric closure. The symmetric closure of R is obtained by adding BA to R for each AB is an element of R. അതായത് ഇപ്പോൾ സിമെട്രിക് ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ BA എന്നുള്ള പറയുന്ന ഒരു എലമെൻ്റ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണെങ്കിൽ ആ ഒരു റിലേഷനിൽ AB എന്നുള്ളൊരു എലമെൻ്റ് പ്രസൻ്റ് ആണെങ്കിൽ. Okay, suppose A is equal to 1 2. We are taking the same set and same relation. So R is equal to 1 1 1 2. Okay, here if in this set, what we have to do, here 1 2 is present, so we should add 2 1. ഓക്കെ, അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ലെറ്റ് R be a relation on A, then R inverse or R raised to -1, R power -1, we can write in that way also, is the relation R inverse is equal to YX such that XY is an element of R. Here this is element of R. Okay, to get R inverse, we can write it like this. Okay, take the transpose of the connection matrix M of R and consider the relation R on A is equal to 4 5 6 7 defined by the relation 4 5 5 5 5 6 6 7 7 4 and 7 7, and the symmetric closure of R is equal to 4 5 5 4 5 5 5 6 6 5 6 7
7 6 7 7. Why? Here we have 4 5. 4 5 is present here. Okay, 7 4 and 4 7 is here. 4 5 is present here, but 5 4 is not present, so we have to add 5 4. Then 5 6 is present, 6 5 is not present, so we are adding that one too. Then 6 7 is present, so 7 6. 7 4 is here, so we are adding 4 7. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ എന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, എ ടു ബി. If there is a relation from A to B, then we are just adding B to A. അപ്പോൾ അതാണ് ഇതിൻ്റെ റിവേഴ്സ് ഓഫ്, വി ആർ ടേക്കിംഗ് ദി റിവേഴ്സ് ഓഫ് ഓൾ ആർക്സ് ഇൻ ദി ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ. അതാണ് ഒരു റിലേഷൻ്റെ റിവേഴ്സാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു മെട്രിക്സിൻ്റെ ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ മെട്രിക്സ് ഫോം 1 2. So here 1 2. So 1 1 is here and 1 2 is here. So 1 2 is here, so we should add 2 1. Why? Here we are taking the transpose of the connection matrix. അല്ലേ? അപ്പോൾ നമുക്ക് 1 1ഉം 1 2 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ട്രാൻസ്പോസ് കൂടി നമ്മൾ എടുക്കണം. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു സിമെട്രിക് ക്ലോഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ 2 ways. First one is digraph representation and second one is matrix representation. In digraph representation, we are just taking the reverse of the arc, and in the case of matrix representation, we are taking the ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഡയഗ്രാഫ് ആകുമ്പോൾ ഇപ്പോൾ എന്ന് ബിയിലേക്കാണ് ആരോ എങ്കിൽ നമ്മൾ ബിന്ന് എയിലേക്കുള്ള ആരോ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. നേരെ മറിച്ച് ബിന്ന് എയിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ആരോ എങ്കിൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, എന്ന് ബിയിലേക്ക് ഒരു ആരോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ അത് നമ്മുടെ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്താണോ നമ്മുടെ റിലേഷൻ തന്നിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആരോ ഉണ്ടെങ്കിൽ അവിടെ 1, അല്ല നേരെ മറിച്ച് അവിടെ നമുക്കൊരു കണക്ഷൻ ഇല്ല എങ്കിൽ അവിടെ നമ്മൾ 0 ആണ്, വി പുട്ട് 0. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിമെട്രിക് ക്ലോഷറാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ടേക്ക് ദി ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്പോസ് കൂടി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ 1 2 ഉണ്ടാകുമ്പോൾ 2 1 എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു ട്രാൻസ്പോസിൻ്റെ ആ ഒരു വാല്യൂസ് കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചുള്ള വാല്യൂ കിട്ടില്ല, അപ്പോൾ അതുകൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ട്രാൻസിറ്റീവ് ക്ലോഷർ. A relation R is said to be transitive if for every AB is an element of R and BC is an element of R, then there is an AC element of R. And the transitive closure of a relation R is the smallest transitive relation containing R, and it is denoted by T of R or R plus. This R plus is equal to R union R square union etc. Rn. So here in the case of transitive closure, we have to see the transitive property first, then we have to add that one. If there is a relation from A to B and there is a relation from B to C, then there must be an arc from A to C. അത് നമുക്ക് ഓൾറെഡി അറിയാം ട്രാൻസിറ്റീവ് ക്ലോഷർ എന്താണെന്ന്. അപ്പോൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിലേത് എലമെൻ്റാണോ അല്ലെങ്കിൽ ഏത് ആർക്കാണോ നമുക്കിവിടെ പ്രസൻറ്റ് അല്ലാത്തത് അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് എ റിലേഷൻ ആർ ഇസ് എ സ്മോളസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ കണ്ടെയ്നിങ് ആർ. അതായത് എവിടെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വി വിൽ സീ ലേറ്റർ. സോ ഹിയർ ആർ പ്ലസ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ടി ഓഫ് ആർ ഓർ എസ് ഓഫ് ആർ പ്ലസ്, ആൻഡ് ആർ പ്ലസ് ഇസ് ഈക്വൽ ടു ആർ യൂണിയൻ ആർ സ്ക്വയർ യൂണിയൻ എക്സെട്ര യൂണിയൻ ആർ റേസ് ടു എൻ. സോ നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ എൻ എന്ന് പറയുന്നത് എൻ ഈസ് എ നമ്പർ ഓഫ് വേർട്ടീസസ്. ഇഫ് ദർ ഈസ് 5 വേർട്ടീസസ് വി ഹാവ് ടു ടേക്ക് ആർ റേസ് ടു 5. ഓക്കെ, അപ്പം അത്ര വരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരില്ല, കാരണം ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിലേറ്റവും സ്മോളസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ മാത്രമാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ ആ സെയിം തന്നെയായിരിക്കും അവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എപ്പോഴാണോ റിപ്പീറ്റായി വരുന്നത് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ യൂണിയനാണ് നമ്മുടെ R+ എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് ഡിസ്കസ് 3 different types.
First one, reflexive, and reflexive property we can represent it R of R, and symmetric means we can represent it S of R, and transitive T of R. ഓക്കെ, ഈ മൂന്ന് റെപ്രസെൻറ്റേഷൻ ആണെന്ന് ഓർക്കുക. ഇത് സ്മോൾ എസ് ആണ്. അപ്പോൾ ആർ ഓഫ് ആർ, എസ് ഓഫ് ആർ, ടി ഓഫ് ആർ. ആർ ഓഫ് ആർ എന്ന് പറയുമ്പോൾ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ആർക്സ് അല്ലെങ്കിൽ ഓർഡേർഡ് പെയേഴ്സ് അവിടെ പ്രസൻ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും നമ്മളവിടെ അതിൻ്റെ റിഫ്ലെക്സീവ് ക്ലോഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി സിമെട്രിക് ക്ലോഷർ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയേഴ്സ് കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇഫ് എ ബി പ്രസൻ്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബി എ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു സിമെട്രിക് ക്ലോഷറിന് സെറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ടി ഓഫ് ആർ എന്ന് പറയുമ്പോൾ എ ടു ബി ഒരു റിലേഷൻ ഉണ്ട്, ബി ടു സി ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ എ ടു സി ഒരു റിലേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതുകൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. So let's see an example. Let A is here we are discussing the transitive closure, and let A is equal to 1 2 3 4, and let R is equal to 1 2 2 3 3 4 and 2 1, and we have to find the transitive closure of relation R. So here we are using the using diagram. So first here we have 1 2 3 4. So A is equal to 1 2 3 4, R is equal to 1 2 1 2 3 and 4. Suppose we have a relation from 1 to 2, okay, then 2 to 3, then 3 to 4, then 2 to 1, okay. So this is the relation. Then R means this, okay, this is R, and R we know that R plus, that is the transitive closure, is equal to R union R2 union etc union R raised to n. This is the relation, okay. Then R2 is equal to what? Here there is a relation from 1 to 2, and we have a relation from 2 to 3. Then we can write 1 2 3 4, 1 2 3 4. So 1 to 3 we can draw a relation. Then next there is a relation from 1 to 2, then 2 to 1, okay. So R square is equal to set 1 3, okay. Next 1 to 2 is a relation, 2 to 1 is a relation, so we can write 1 1 here, അല്ലേ. കാരണം R2 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ട്രാൻസിറ്റീവ് ക്ലോഷറാണ് എടുക്കുന്നത്. അപ്പോൾ 1 to 2 ഒരു റിലേഷൻ ഉണ്ട്, 2 to 1 ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ 1 to 2 to 1 എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് 1 to 1. അപ്പോൾ ആ ഒരു 1 to 1 റിലേഷൻ കൂടി നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഹിയർ വി ഹാവ് എ റിലേഷൻ ഫ്രം 2 to 2 to 1 and 1 to 2, right. So we can add So we can add 2 2. We can add 2 2. Then we have a relation from 2 to 3, 3 to 4. So we can add 2 to 4. അപ്പോൾ ഇതാണ് നമ്മുടെ R2 എന്ന് പറയുന്നത്. 1 3 1 1 2 2 2 4, ഓക്കെ അല്ലേ. അതാ കാരണം R എന്ന് പറയുന്നത് നമുക്ക് റിലേഷൻ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് R എന്ന് പറയുന്ന റിലേഷൻ. നെക്സ്റ്റ് R2 എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്, അതായത് 1 to 2 2 to 1 ഉള്ളത് 1 1 ആയി, 1 to 2 2 to 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 to 1 ഉള്ള റിലേഷൻ കിട്ടിയില്ലേ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 2 നിന്ന് 1ലേക്ക് പോവാം, 1 നിന്ന് 2ലേക്ക് പോവാം. അപ്പോൾ എന്താ 2 to 1 1 to 2. അപ്പോൾ അവിടെ നമുക്ക് 2 2 എന്നുള്ള പറഞ്ഞ റിലേഷൻ കിട്ടി. നെക്സ്റ്റ് 1 to 2 2 to 3,
സോ 1 to 3 നമുക്കൊരു റിലേഷൻ കിട്ടി, അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ 2 to 3, 3 to 4. അപ്പോൾ 2 to 4 ഒരു റിലേഷൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ R2 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് R3 ഫൈൻഡ് ഔട്ട് ചെയ്യാം. R3 ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്താണോ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊന്നുകൂടി R3യുടെ കേസ് എടുക്കുമ്പോൾ എങ്ങനെ വരുന്നു നോക്കാം. ഓക്കെ, R3 is equal to 1 to 2, 2 to 1, 1 to 2. That means 1 to 2. And here 1 to 2 is already present. Next 1 to 2, and here 1 to 2, 2 to 3, 3 to 4. 1 to 2, 2 to 3, 3 to 4. That means 1 to 4. So we can add 1 to 4. Okay. Then 2 to 1, 1 to 2, 2 to 3. So 2 to 3. അതായത് 2 to 1, 1 to 3, then 1 to 2 and 2 to 3. ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 2 to 3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയ ആ ഒരു സെയിം ഫോമിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് 2 to 1, 1 to 2, 2 to 3. that we have already discussed here. അപ്പോൾ അത്ര മാത്രമേ നമുക്ക് ഈ ഒരു റിലേഷനിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ R3 is equal to നമുക്കിവിടെ എക്സ്ട്രാ ഇതേ കൊടുക്കാനുള്ളൂ. ആക്ച്വലി 1 to 2 അവിടെ ഉണ്ട്, 1 to 4 മാത്രമേ നമുക്കവിടെ കൊടുക്കാനുള്ളൂ അല്ലേ. ബാക്കി നമ്മൾ ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 to 2, അതുപോലെ തന്നെ 2 to 3. ഓക്കെ, അതുകൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് R⁴. അപ്പോൾ R⁴ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, R4 is equal to 1 to 2, 2 to 1, 1, 2, 3, 4. So we will get 1, 3. 1, 3. Next 2, 1, 1, 2. 2, 1, 1, 2, 2, 3, 3, 4. So we will get 2, 4. അപ്പോൾ 2, 4 കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്ത് കിട്ടി. പക്ഷേ ഇത് നമുക്ക് എവിടെയുണ്ട്, 1, 3 എവിടെയെങ്കിലും ഉണ്ടോ? 1, 3 ഇവിടെ പ്രസൻ്റ് ആണ്. 2, 4 ഇവിടെ പ്രസൻ്റ് ആണ്. നമുക്ക് പുതിയതായിട്ടൊന്നും കിട്ടുന്നില്ല, ഇല്ലല്ലോ. പക്ഷേ ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് R+ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം യൂണിയനാണ്. പക്ഷെ നമുക്ക് റിപ്പീറ്റേഷൻ അവിടെ ആവശ്യമില്ല. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഏതെടുത്താൽ മതി, 1, 2, 2, 3, 3, 4, 2, 1, 1, 3, 1, 1, 2, 2, 2, 4, 1, 4, 2, 4. അപ്പോൾ ആ എല്ലാ സെറ്റും അടങ്ങിയതാണ് നമ്മുടെ ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഡയഗ്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കൗണ്ട് ചെയ്തുകൊണ്ട് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജസ്റ്റ് R കിട്ടിക്കഴിഞ്ഞു. R ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതായത് 1, 2, അതുപോലെ 2, 3 ഈ ഒരു സെറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി R² എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. 1 to 2, 2, 3 ആകുമ്പോൾ 1, 3. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു സെറ്റ് എഴുതാം. ആ സെറ്റ് എഴുതി കഴിഞ്ഞാൽ ഇനി R3 എന്ന് പറയുമ്പോൾ എന്താണ്, R2 R ചേർന്നതാണ്.
അപ്പോൾ ഈ ആറും R2ലും കൂടി നമുക്കൊരു ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി രീതിയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താലും കുഴപ്പം വരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് ഒരു ഡയഗ്രാഫ് റെപ്രസെൻറ്റേഷൻ വഴി ചെയ്യുമ്പോൾ ഡയഗ്രാഫിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്തിട്ടും ചെയ്യാം. നേരെ മറിച്ച് ഇത്തരത്തിൽ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട്, ഈ ഒരു റിലേഷൻ സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതിൽ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസിറ്റീവ് ക്ലോഷർ ചെയ്യാവുന്നതാണ്. സോ യു ക്യാൻ ടേക്ക് ഇൻ എനി വേ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി ഈ രണ്ട് മെത്തേഡ് അല്ലാതെ മെട്രിക്സ് ഫോം വെച്ചും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോർഡിനേറ്ററും കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ മെട്രിക്സ് ഫോം ആണെങ്കിൽ ഇപ്പോൾ MR പ്ലസ് ഈസ് ഈക്വൽ ടു MR plus is equal to MR union, this is matrix relation, MR union MR square union etc union MR raised to U, MR raised to N. MR raised to N. ഈ ഒരു രീതിയിലാണ് നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ചെയ്തു വെക്കുന്നത്. ഓക്കെ, MR പ്ലസ് ഇസ് ഈക്വൽ ടു MR യൂണിയൻ MR സ്ക്വയർ യൂണിയൻ എക്സെട്ര MR റേസ് ടു N. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം. R ഈസ് ഈക്വൽ ടു 1 2 2 3 3 4 and 2 1. Next, R plus is equal to, so 1 2 2 3, so 1 3 is here, so 1 3, then 1 2 and 2 1 is here, so we can write 1 1. Next, 2 3 3 4, so 3 2 4 2 4. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് R2 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി R3 എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അതായത് R2 പ്ലസ് R1 എന്ന് പറയുന്നത് R തന്നെയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡയഗ്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1 3 3 4 ആകുമ്പോൾ ഇതിപ്പോൾ 1 2 ഇവിടെ 1 2 ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ 1 3 ഉണ്ട്, ഇവിടെ 1 3 ഉണ്ട്, ഇവിടെ 3 4 ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം? 1 4 ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതുപോലെ 1 1 1 2 എന്ന് പറയുമ്പോൾ 1 2 തന്നെയാണ്. അതുപോലെ 2 4 കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഈ ഒരു രീതിയിൽ R1 R2 R3 R4 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂണിയനാണ് നമ്മുടെ ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതിൻ്റെ ട്രാൻസിറ്റീവ് ക്ലോഷർ എഴുതാം. ഓക്കെ, താങ്ക് യു.